ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കണി ഒരുക്കിയത് കേട്ടോ. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഓടി വരുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ വിഷുവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ മോനെ വിളിച്ചിട്ട് വിഷുക്കണിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ രണ്ടാമത്തെ വിഷുവാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഈ തിരക്ക് പിടിച്ച് പോകണത് ഇവിടെ നമ്മുടെ കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. പൂജ തുടങ്ങിയിട്ടുണ്ടാവും ചോദിച്ചിട്ടാണ് ഓടിപ്പോയത് കേട്ടോ. പക്ഷേ ചെന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു കാഴ്ച എന്ന് പറയണത്. പിന്നെ അതാ ഞങ്ങൾ കുറച്ചൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടി കരഞ്ഞപ്പോഴേ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രാവിലത്തെ അമ്പലത്തിൽ പോക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പൂജ കഴിയാൻ സമയമായിട്ടുണ്ടായിരുന്നു, നട തുറക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ആൾക്കാരാണ് നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും കാത്തിരിക്കുകയാണ് കണ്ണനെ ഒരു നോക്ക് കാണാൻ. അപ്പോൾ എന്താ നമ്മളാ നട തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്ന് കണ്ണിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം, മനസ്സിൽ ഒരുപാട് ഓർമ്മകളൊക്കെ ഓടി വന്നു. പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും പേരക്കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മുടെ മാമനും അമ്മായിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്, അമ്പലത്തിൻ്റെ ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതാ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇടയിലാണ് അവിടെ ഒരു സംഭവം കണ്ടത്. വേറൊന്നുമില്ല ഗൈസ്, നമ്മൾ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പ്രസാദം മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും പറയാം ഞങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ വീഡിയോയിൽ എന്നൊക്കെ പറയുക. അപ്പോൾ പിന്നെ കാണിക്കാതിരിക്കുകയാണ്. അവർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും പ്രസാദം മേടിക്കാൻ വേണ്ടി വരിക്കാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അച്ചമ്മയ്ക്കും മോനിക്കും പ്രസാദം കിട്ടിയിട്ടുണ്ട്. അവർ പ്രസാദം കഴിക്കാൻ വേണ്ടി ഓടുകയാണ് ഗൈസ്. അപ്പോൾ അതാ എനിക്ക് പ്രസാദം കിട്ടിയിട്ട് ഞാനും പിന്നാലെ മണ്ടിയിട്ടോ. എന്താ ചെന്ന് നോക്കിയപ്പോൾ എന്താ എല്ലാവരും പ്രസാദം കഴിക്കേണ്ട തിരക്കിലാണ് കേട്ടോ. നേരം കുറേ ആയിരുന്നു, ഏകദേശം ഒരു 8:30 8-9 മണി കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ആശ്വാസം എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രസാദം കിട്ടിയിട്ട് രാവിലെ തന്നെ കണ്ണൻ്റെ പ്രസാദം കഴിച്ചപ്പോൾ വല്ലാത്ത മനസ്സിലേക്ക് വല്ലാത്തൊരു സുഖം. പിന്നെ എന്താ മോന് നല്ല ഇഷ്ടം പ്രസാദം, അപ്പോൾ അവനും കഴിച്ചു കേട്ടോ. പിന്നെ അതാ നമ്മുടെ അവിടെ ഒരു പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു തന്നെ ഒരുപാട് ഓർമ്മകൾ എന്താ പറയുകയല്ലേ. പിന്നെ ഞങ്ങൾ ഒരുങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോരാളാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നു ഗൈസ്. ഫോട്ടോഷൂട്ട് നടത്താൻ നേരം കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ഇതൊരു പൊക്കവട പോലെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്കപ്പും പിന്നെ പഴം പുഴുങ്ങിയതും ചായയായിരുന്നു കേട്ടോ രാവിലെ. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കണ്ടില്ലേ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നേരം പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ മോൻ്റെ കരച്ചിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അധികം വീഡിയോസ് നിർത്തില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി വിഭവങ്ങളാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതാ അച്ഛനും അച്ഛമ്മയും ആദ്യം ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിഭവങ്ങളെന്ന് പറയണത്. ഞങ്ങൾ പുളിയിഞ്ചിയും അച്ചാറും കായപ്പേരിയും അതുപോലെ എന്താണ് മറ്റേ ശർക്കര ഉപ്പേരിയും അവിയലും കാബേജും മത്തനശ്ശേരി പൈനാപ്പിൾ അതുപോലെ കാളൻ പപ്പടം രസം ചെറുപയർ എന്താണ് പായസം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യല്. പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്, കാരണം തന്നെ അച്ഛനമ്മയും വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് അവന് മോനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചേച്ചിമാരും മക്കളൊക്കെ വന്നു കേട്ടോ. പിന്നെ വീട് മൊത്തം ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ബഹളമൊക്കെ ആയിട്ട് എന്താ പറയുക അടിച്ച് പൊളിച്ച് അങ്ങനെ നല്ല രസമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. വീട്ടിലെ നിറച്ച ആൾക്കാരൊക്കെ ആയിട്ട് അത്ര ദിവസം ഇങ്ങനെ ഒച്ചമകളില്ലാതെ കിടക്കല്ലേ. പിന്നെ അവർ വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതാ വന്നിട്ട് പിന്നെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പൂത്തിരി കത്തിക്കണം പറഞ്ഞപ്പോൾ പൂത്തിരി കത്തിച്ചു കൊടുത്തു. പിന്നെ മേശപ്പൂവൊക്കെ കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ വിഷു അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. വേറെ എവിടേക്കും പോവുകയൊന്നും ചെയ്തില്ല, ഇങ്ങനെ ആഘോഷിച്ചു ഇപ്രാവശ്യം. എന്തായാലും നല്ല രസമായിരുന്നു, അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഗായ്സ്. അപ്പോൾ ബൈ.